ആലങ്ങാട് പഞ്ചായത്തിൽ ഒരാഴ്ചയായി കുടിവെള്ളമില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ ധർണ നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി കെ.വി. പോൾ ഉദ്ഘാടനം ചെയ്തു. ആലങ്ങാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തരമായി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലങ്ങാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ ധർണ നടത്തിയത്. കോൺഗ്രസ് ആലങ്ങാട് നോർത്ത് സൌത്ത് മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ധർണ. വെള്ളം പമ്പ് ചെയ്യാത്ത സാഹചര്യമാണുള്ളതെങ്കിൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും പണം ചെലവഴിച്ച് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചു നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഡിസിസി ജനറൽ സെക്രട്ടറി കെ.വി. പോൾ സമരം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കുടിവെള്ള ആവശ്യത്തിന് അതിനനുസരിച്ച് ടാങ്കും അതിനനുസരിച്ചുള്ള പൈപ്പും അതിനനുസരിച്ചുള്ള മുഴുവൻ സംവിധാനങ്ങളും ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി എന്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയാത്തത്? പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ പ്രസിഡന്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. ഇവിടുത്തെ ജനപ്രതിനിധി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ഈ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ ജനപ്രതിനിധി. ആരാണ് തടസ്സം? ആരുടെ തടസ്സം കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന് കഴിയാത്തത്? അപ്പൊ അത് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റിന്റെ അതിന്റെ തനി പകർപ്പാണ് പഞ്ചായത്ത് ഭരണസമിതി. കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ, അഴിമതിയുടെ, ധൂർത്തിന്റെ, സ്വജനപക്ഷപാതത്തിന്റെ ആ പര്യായമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു പ്രവർത്തനം നടത്താത്ത ആ ഗവൺമെന്റിന്റെ മിനിയേച്ചറാണ് ഈ ആലങ്ങാട് പഞ്ചായത്തിന്റെ ഭരണസമിതി. കോൺഗ്രസ് ആലങ്ങാട് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ.ആർ. നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ലിയാഖത്ത് അലി മൂപ്പൻ, പി.കെ. സുരേഷ് ബാബു, വി.ബി. ജബ്ബാർ, സുനിൽ തിരുവാലൂർ, ഗർവാസിസ് പി. മാനാടൻ, സന്തോഷ് പി. അഗസ്റ്റിൻ, എം.പി. റഷീദ്, ജോയി കൈതാരൻ, ബിനു കരിയാറ്റി, എബി മാഞ്ഞുരൻ തുടങ്ങി ഒട്ടേറെ പേർ സംസാരിച്ചു. സൂചിപ്പിച്ചു, ഇവിടെ കൃഷിക്കൊപ്പം എല്ലാത്തിനുമൊപ്പം ജനങ്ങളോടൊപ്പം മാത്രമില്ല. അദ്ദേഹം ഒപ്പമില്ലാത്തത് അദ്ദേഹം ജനങ്ങളോടൊപ്പമില്ല, ബാക്കി എല്ലാവരുടെയും കൂടെ ഒപ്പമുണ്ട്. അപ്പോ ഇവിടെ കൃഷിക്കൊപ്പം എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കരുമാലൂരിൽ സമരം ചെയ്തു. എന്തിനാണെന്നറിയാമോ? അവിടുത്തെ കർഷകർക്ക്, നെൽകർഷകർക്ക് അവിടെ പൈസ കിട്ടുന്നില്ല. അവരെ നെല്ലെടുത്തോണ്ട് പോയി, മാസങ്ങളായി പൈസ കിട്ടുന്നില്ല. അവിടെ കൊടുക്കാത്തപ്പോ സമരം ചെയ്തു. കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പ്രചരണം നടത്തുന്ന മന്ത്രിയാണ്. കൃഷിക്കൊപ്പം എന്ന് പറഞ്ഞു, കർഷകർക്കൊപ്പം ഇല്ല. കൃഷിക്കൊപ്പം എന്നാൽ മുദ്രാവാക്യമുണ്ട്, കർഷകർക്കൊപ്പം ഇല്ല. സമരം ചെയ്തു. ഒരാഴ്ച കൊണ്ട് അവിടെ പണം കൊടുക്കാൻ സാധിച്ചു. അതുപോലെയാണ് എല്ലാ മേഖലയിലും ഈ സർക്കാർ തകർന്ന് തരിപ്പണമാകുന്നു. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. ഇന്ന് പത്രത്തിൽ വാർത്തയുണ്ട്,